വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഹെൽത്തിയായ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് അളവിൽ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂവപ്പൊടി വെച്ചിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒരരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം. പൊടി കരടൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ്. എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം അരമുറി തേങ്ങ കൊണ്ടുള്ള തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കനല്ലാതെ അരിഞ്ഞെടുക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ആവശ്യമാണ്. 5 അച്ച് ശർക്കരയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. മധുരത്തിന് എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഏലക്കായ തോലെല്ലാം കളഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിലക്കടലയും ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര നമ്മൾ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, കല്ലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം കലക്കി വെച്ച കൂവ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ കൂവ വെള്ളത്തിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒപ്പം തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. കൂവ വേവുന്നത് വരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ വരട്ടിയെടുക്കാം. ഏകദേശം 2 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവമായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച നിലക്കടല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും കടല എത്താൻ വേണ്ടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊടിച്ച് വെച്ച കുറച്ച് നിലക്കടലയും ചേർത്ത് വേവിച്ച് വെച്ച കൂവ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സോഫ്റ്റായ കൂവ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.